അതായത് എന്നെ ഇട്ട് നിങ്ങൾ കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കളിപ്പിച്ചിട്ട് എന്നെ മൂലക്കിരുത്തിയിട്ട് നിങ്ങൾക്കിപ്പോ എന്റെ ഫലം വാങ്ങി അങ്ങോട്ട് കൊട്ടയിൽ വെക്കാന്നുള്ള പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. അതിവിടെ നടക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. അവർ ഒറ്റ കാര്യം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. മത്സരിക്കാൻ പറഞ്ഞ മത്സരിക്കും, മത്സരിക്കണ്ടെന്ന് പറഞ്ഞ് മത്സരിക്കത്തില്ല. പാർട്ടിക്ക് പുറത്താണ് ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടിനെ തീരുമാനിച്ചോട്ടെ. എന്റെ നാട് ഇതായിരുന്നില്ലാഞ്ഞിട്ട് കൂടി എന്നെ രണ്ട് കൈ നീട്ടി ഈ നാട് സ്വീകരിച്ചു. അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നതിനകത്തൊക്കെ വലിയ സന്തോഷമാണുള്ളത്. അതൊക്കെ തന്നെ വലിയ അഭിമാനമല്ലേ. അങ്ങനെ ഒരു നാട്ടിലേക്ക് പുതിയൊരു എം എൽ എ ഉണ്ട്, സ്വാഭാവികമായിട്ട് ആര് വന്നോ അങ്ങനെ ഒരു ചിന്ത എന്തെങ്കിലും ഉണ്ടോ താങ്കൾക്ക്? അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല കൺവിക്ഷൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല കൺവിക്ഷൻസ് ഉണ്ട്. പാലക്കാടിന്റെ സെക്യുലർ പാരമ്പര്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം പാലക്കാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ടല്ലോ. പാലക്കാട് വലിയ ചലഞ്ചുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പാലക്കാട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ താനില്ല എന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുള്ളത്. രാഹുൽ ഒന്നുകൂടി പറഞ്ഞു വെച്ചു അതിന് വേണ്ടിയിട്ട്. പാർട്ടി ഇല്ല, ഞാനിപ്പോ കോൺഗ്രസിൽ ഇല്ല, പിന്നെ ഞാൻ എന്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതായത് പാർട്ടി പറയണം, പാർട്ടി പറഞ്ഞാൽ ഞാൻ ചെയ്യും, പാർട്ടി പറയില്ല ഞാൻ ചെയ്യില്ല. ഞാൻ പാലക്കാട് തന്നെ ഉണ്ടാവും. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ പാലക്കാട് തന്നെ ഉണ്ടാവും. പക്ഷെ പാർട്ടി പറയാതെ സ്വതന്ത്രനായിട്ടോ അല്ലാതെ ഞാൻ മത്സരിക്കില്ല. സത്യത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് അല്ലാതെ തന്നെ വെട്ടിലായതാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് തങ്ങളുടെ പ്രവർത്തകരെ, നേതാക്കളെ, MLA മാരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM എടുത്തിരുന്ന ഒരു നിലപാടുണ്ടല്ലോ. ആ നിലപാട് അതേപടി എടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് രാഹുൽ പാർട്ടിയിലുണ്ടായേനെ, പാർട്ടി സ്ഥാനമാനങ്ങൾ ഒരുപക്ഷെ പോയേനെ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉദ്ദേശിച്ച ജനപിന്തുണ ഉണ്ട്. ആ ജനപിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തായിരുന്നു. ഇന്നത്തെ ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ആകാൻ ആളില്ലാത്തത് കൊണ്ട് CPM നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നവരെ ഒക്കെ പിടിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാക്കി നിർത്തുകയാണ്. അതാണ് ഗതികേട്. ഇവിടെ കഴിവുള്ള ഒരുത്തനുണ്ട്, അല്ലെങ്കിൽ കഴിവുള്ളവരെ നിർത്തില്ല. കഴിവുള്ളവരെ നിർത്താതെ തങ്ങൾക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ആ സ്ഥാപിത താല്പര്യങ്ങളുള്ളവരെ നിർത്തും. രാഹുൽ മാങ്കൂട്ടം പാർട്ടി പറയാതെ പ്രവർത്തനത്തിന് ഇറങ്ങിയില്ല, താനൊരു കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയുമ്പോൾ കുരുക്കിലാകുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഒരു സംശയമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടി നല്ല തിരിച്ചടി നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് ഇപ്പോ കേരളത്തില്. അതായത് 10 വർഷം ഇവിടെ CPM ഭരിച്ചപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഒരു അതിർത്തിയുണ്ട്. ചില മേഖലകളിൽ നല്ല വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ആ മേഖലയിലുള്ള വികസനം മാത്രമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് രണ്ടു തരം വികസനമാണല്ലോ. ഒന്ന് അടിസ്ഥാന വികസനം. അടിസ്ഥാന വികസനത്തിൽ അങ്ങേയറ്റം എക്സ്ട്രീം ലെവലിൽ പോയിട്ടുള്ള ഒരു സർക്കാർ തന്നെയാണ് പിണറായി സർക്കാർ. പക്ഷെ അത് അനുഭവിക്കേണ്ട ജനങ്ങളുടെ ജീവിതത്തിൽ, ജനങ്ങൾ ജീവിക്കുന്ന കാര്യത്തിൽ, അവരുടെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികപരവുമായിട്ടുള്ള മറ്റു വിഷയങ്ങളിൽ 100% പരാജയപ്പെട്ട് നിൽക്കുന്ന സർക്കാർ. സ്വാഭാവികമായിട്ടും ആ പരാജയമേ മുന്നിൽ വരുള്ളൂ. ബാക്കിയുള്ള എത്ര വികസനങ്ങൾ എന്തൊക്കെ ചെയ്താലും, എത്ര പാലങ്ങൾ പണിഞ്ഞാലും, എത്ര കെട്ടിടങ്ങൾ പണിഞ്ഞാലും, മറ്റെന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ പണിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും മേലെ വരില്ല. ജനങ്ങൾ തന്റെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത്. തന്റെ പോക്കറ്റിൽ എന്താണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. തന്റെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത്. താൻ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് താൻ കാണുന്നത് എന്നാണ് നോക്കുന്നത്. അതെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ പൂർണ്ണമായും ജനവിരുദ്ധമായ ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കേരളത്തിൽ നിലനിൽക്കുന്ന അത്തരം ഒരു സാഹചര്യത്തെ മുതലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസ് നേതൃത്വം എന്താ ചെയ്തേക്കണേ? ഒന്നും ചെയ്യുന്നില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർ പിടിച്ചു മാറ്റി നിർത്തിയെന്ന്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനാണോ? അയാൾക്ക് എതിരെ കേസുകൾ 3 ഉണ്ട്. കൂട്ടാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം അയാൾക്ക് സപ്പോർട്ടില്ല. CPM പിന്നെ എതിരാണ്. പോലീസ് സംവിധാനങ്ങൾ മുഴുവൻ എതിര്, ഒരു സർക്കാർ സംവിധാനം മുഴുവൻ എതിര്. ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിച്ച പോരാളിയില്ല അയാള്. എന്ത് കേസോ ആയിക്കോട്ടെ, ഏത് കേസോ ആയിക്കോട്ടെ, അയാൾക്കെതിരെ വന്നിട്ടുള്ളത് പെണ്ണ് കേസോ മറ്റെന്ത് കേസ് തന്നെ ആയിരുന്നാലും ഒരാളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് അയാൾ പോരാടി ജയിച്ചില്ലേ? സുഹൃത്തുക്കളായ ചിലരുടെ സഹായമല്ലാതെ മറ്റെന്താ കിട്ടിയത്? തന്റെ പാർട്ടിയുടെ, അതുവരെ താനുണ്ടായിരുന്ന പാർട്ടിയുടെ ഏതെങ്കിലും ലെവലിലുള്ള സഹായം കിട്ടിയോ? ഇല്ല. ഭരണകൂടമാണെന്നുണ്ടെങ്കിലോ ഏത് വിധേയനെ കൂട്ടാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളക്കേസായാലും നിലവിലുള്ള കേസുകളിൽ മറ്റേതെങ്കിലും വഴികളുണ്ടോ എന്ന് നോക്കുകയാണ് പിടിച്ചകത്താൻ വേണ്ടിയിട്ട്. കാര്യം അവർ ഭയപ്പെടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ CPM-ഉം ഇവിടുത്തെ ഭരണപക്ഷവും അത്രത്തോളം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെ മുതലാക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് അവരുടെ പരാജയം. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണമെന്ന് വിവിധ ഭാഗങ്ങളുടെ ആവശ്യമുയരുന്നത്. സ്വതന്ത്രനായാലും ശരി, അല്ലെങ്കിൽ ശരി, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ പ്രതിനിധിയായി മത്സരിക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ധാരാളം കത്തുകളും ഇമെയിലുകളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഞാൻ വായിക്കാം. വിഷയം:
രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ഉറപ്പായും UDF സ്ഥാനാർത്ഥിയാകണം. സാർ, കേരള രാഷ്ട്രീയം ഒരു സങ്കീർണ ഘട്ടത്തിലാണ്. കേരളത്തിലെ നിലവിലെ പിണറായി വിജയൻ സർക്കാർ ഒരു ഭരണകൂട ഭീകരതയുടെ പര്യായമാണ്. ഏകാധിപത്യവും സ്വച്ഛാധിപത്യവും സകല മേഖലയിലും അഴിമതിയിലും കൊള്ളയിലും സകലവിധ മാഫിയകൾക്കും ഒത്താശ ചെയ്യുന്ന ഒരു സാമൂഹ്യദ്രോഹ ജനദ്രോഹ സർക്കാരാണ് നിലവിലുള്ളത്. പൊറുതിമുട്ടിയ ജനങ്ങൾ ഭാവി പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പ്രതിപക്ഷമായി UDF ക്യാമ്പിലെ ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സാമൂഹ്യ നന്മയ്ക്കായി അതിശക്തമായി നിലപാടെടുക്കുന്ന പോരാടുന്ന കരുത്തനായ യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം കൂടി ഉൾപ്പെടുന്ന ഒരു UDF ടീമിനെ മാത്രമേ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, പിന്തുണയ്ക്കുകയുള്ളൂ. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന സ്ത്രീ പീഡന പരാതികളെല്ലാം നിഗൂഢമായ ഒരു കോക്കസിന്റെ തിരക്കഥയിൽ ഉരുത്തിരിഞ്ഞു വന്നതാണെന്നും അവ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കോടതികൾ തന്നെ വിശദമായ തെളിവ് പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം ഉത്തരവുകൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കേസുകളൊന്നും തന്നെ യാതൊരുവിധ കഴമ്പുമില്ല. അദ്ദേഹം ഒരു അടിയുറച്ച കറതിർന്ന കോൺഗ്രസ്സുകാരനും പൊതുസമൂഹ നന്മയ്ക്കായി അങ്ങേയറ്റം നിരന്തരം കഠിന പ്രയത്നം നടത്തി ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലോകത്തുള്ള സകല മലയാളികളിൽ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയും സ്നേഹവും കരുതലും ഉള്ള യുവ നേതാവായി മാറിക്കഴിഞ്ഞു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മലയാളികളുടെ ഇടയിൽ അദ്ദേഹത്തിനോളം ജനപിന്തുണയുള്ള മറ്റൊരു യുവ നേതാവും കേരളത്തിൽ വേറെ ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയായിരിക്കണം എന്ന് ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നു. അക്കാര്യം കോൺഗ്രസ് UDF നേതാക്കളോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിനു മേൽ പിണറായി സർക്കാർ ഉൾപ്പെട്ട കോക്കസ് അടിച്ചേൽപ്പിക്കപ്പെട്ട പീഡന ആരോപണങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഏത് രീതിയിലും പുറത്തു നിർത്താൻ കോൺഗ്രസിലെ തന്നെ അപൂർവം ചുരുക്കം ചില ഉന്നത നേതാക്കൾ ശ്രമിക്കുന്നുവെങ്കിൽ അവരുടെ പൂർവ്വകാല ലീലാവിലാസങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ 10 മടങ്ങായി പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടതാണ്. അത്തരം വിഷയങ്ങളൊക്കെ അനാവശ്യ ചർച്ചകളായി പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നാൽ അതിന്റെ ഗുണഭോക്താക്കളായി പിണറായി ഭരണകൂടം സർക്കാർ വീണ്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് മഹാഭൂരിപക്ഷം മലയാളികളും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഇന്നത്തെ പ്രതിപക്ഷം നാളത്തെ ഭരണപക്ഷമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളവരിലൂടെ കൂടിയാണ് ആ പ്രതീക്ഷ എന്ന തിരിച്ചറിവ് കോൺഗ്രസ് UDF ഉന്നത നേതൃത്വത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു പറ്റം സാമൂഹ്യ പ്രവർത്തകർ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അയച്ചിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിക്കാണ് ഒന്ന്, പിന്നെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്, പിന്നെ സോണിയാഗാന്ധിക്ക്, രാഹുൽ ഗാന്ധിക്ക്, പിന്നെ ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ഇങ്ങനെ പ്രധാനപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും അവർ മെയിലായും കത്തുകളായും അയച്ചുകൊണ്ടിരിക്കുന്നു. അതായത് കോൺഗ്രസിന്റെ അണികൾ അനുഭാവികൾ അവർ പറയുന്നു ഞങ്ങൾക്ക് ഇന്ന സ്ഥാനാർത്ഥികൾ വരണം, ഇന്ന ആൾക്കാർ വരണം. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ആരായാലും ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലല്ലേ? അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരല്ലേ സ്ഥാനാർത്ഥിയാക്കി നിർത്തേണ്ടത്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാത്തത്? ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിലയിൽ ഒരു വോട്ടെടുപ്പ് നടത്താൻ കോൺഗ്രസ് നേതൃത്വം തന്നെ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് വരും. രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ഒരു UDF തെരഞ്ഞെടുപ്പ് ഈ 2026 ഉണ്ടാവുകയില്ല എന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം വളരെ വളരെ പ്ലാൻഡ് ആണ്. അതായത് കോൺഗ്രസിലല്ല ഞാൻ, അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് എനിക്ക് പ്രചരണം നടത്താൻ കഴിയില്ല. പിന്നെ സ്വതന്ത്രനായി ഒരു കോൺഗ്രസ് പിന്തുണ പോലും ഇല്ലാതെ വെറും ഒരു സ്വതന്ത്രനായി ഞാൻ മത്സരിക്കുകയുമില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ മത്സരിക്കുകയുമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയുമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നങ്ങോട്ട് പറയാണ്. അതായത് എന്നെ ഇട്ട് നിങ്ങൾ കളിപ്പിക്കുന്നുണ്ട്, അങ്ങനെ കളിപ്പിച്ചിട്ട് എന്നെ മൂലക്കിരുത്തിയിട്ട് നിങ്ങൾക്കിപ്പോ എന്റെ ഫലം വാങ്ങി അങ്ങോട്ട് കൊട്ടയിൽ വെക്കാന്നുള്ള പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി, അതിവിടെ നടക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഒരു സംശയമില്ല, പച്ചയ്ക്ക് അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കി വെച്ചുകൊണ്ട് അതൊരു പക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിലും വെച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം പിന്തുണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കോൺഗ്രസിന് ഇവിടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ അനേകം മാർഗങ്ങളിൽ ഒരു മാർഗം എന്താണ്? ജനങ്ങൾ, പൊതുജനങ്ങൾ, അനുഭാവികൾ, കോൺഗ്രസ് അനുഭാവികളും മറ്റുള്ളവരുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.